ദിവസങ്ങൾ മാത്രം ഇനി ഇലക്ഷന്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ 3 ഓപ്ഷൻ മലയാളികൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. കേരളം നന്നാകണമെങ്കിൽ മലയാളി തിരഞ്ഞെടുക്കേണ്ട 3 ഓപ്ഷനുകൾ. ആ ഓപ്ഷൻ വ്യക്തമായി വിശദീകരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ. ഈ ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ ഉള്ള 3 ഓപ്ഷൻസിനെ കുറിച്ച് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. 70 വർഷം മാറി മാറി ഭരിച്ച LDFും കോൺഗ്രസും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം BJP NDA മത്സരിക്കുന്നു. ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നൊരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ വിഷൻ, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഇതെല്ലാമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 3 ഓപ്ഷനാണ് ഉള്ളത്. ഒരു ക്യൂബ സ്റ്റൈൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇക്കോണമി ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നശിപ്പിക്കുന്ന ഒരു രീതി. അത് നമ്മൾ 10 കൊല്ലം UPA സർക്കാരിൽ കണ്ടതാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഫൈനാൻഷ്യൽ സെക്ടർ തകർന്നു കിടക്കുന്ന സ്ഥിതി, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൻ്റെ ബാങ്ക്രപ്സി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് ഡെവലപ്മെൻറ്റിന് കാശില്ല. അപ്പോൾ ഒരു ഓപ്ഷൻ ഒരു മാർക്സിസ്റ്റ് സ്റ്റൈൽ ക്യൂബ ടൈപ്പ് എക്കോണമി, അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെയാണ് ഈ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കർണാടകയിൽ നടക്കുന്നതും, അവർക്ക് 10 കൊല്ലം അവസരം കിട്ടിയപ്പോൾ അവരുടെ ഭരണശൈലി, അവരുടെ ഇക്കണോമിക് പോളിസീസ്, അതൊരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, 12 കൊല്ലം മുമ്പേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, അതിൻ്റെ ഒരു കേരള വെർഷൻ, വികസിത കേരളം, അതൊരു മൂന്നാമത്തെ ഓപ്ഷൻ. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിൻ്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ ഭാവി, ആ വികസനം CPMൻ്റെ മാർക്സിസ്റ്റ് പോളിസീസ് ആണോ, അവർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത്? കോൺഗ്രസ് ആണോ? കോൺഗ്രസിൻ്റെ സാധ്യത എന്താണ്? നമ്മുടെ ഭാവിനെ കുറിച്ച് അവർ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവർക്ക്? BJP NDA ആണോ? മേൽ പ്രതിപാദിക്കപ്പെട്ട ഓപ്ഷനുകളാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ മലയാളികളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി തീരുമാനിക്കേണ്ടത് വോട്ടേഴ്സാണ്. അപ്പോൾ ജനം തീരുമാനിക്കണം എന്ത് ചെയ്യണമെന്ന്, ആരെ വിജയിപ്പിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം കാത്തിരിക്കാൻ April 9 കഴിഞ്ഞാൽ May 4 ഇതെല്ലാം തിരിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതുവരെ എന്തായാലും നമുക്ക് ഒന്ന് കണ്ണും കേട്ടൊക്കെ ഇരിക്കാം. വാർത്തകളും വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി തൊട്ടടുത്ത് വേഗം കാണാം.